നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ ടീച്ചിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ആദ്യത്തെ കേഡറ്റ് പരീക്ഷ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. ജൂൺ മാസം പരീക്ഷ കഴിഞ്ഞ് ജൂലൈ 1-ാം തീയതിയോട് കൂടി അതിന്റെ പ്രൊഫഷണൽ ആൻസർ കീ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഓഗസ്റ്റ് മാസത്തോട് കൂടി അതിന്റെ റിസൾട്ട് വരും. അതിനുമുമ്പ് റെക്ടിഫൈഡ് ആൻസർ കീ വരുന്നതായിരിക്കും. അതിനുശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു പരീക്ഷയിൽ കാര്യമായ രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾക്കും അതോടൊപ്പം തന്നെയാണെങ്കിൽ ഈ പരീക്ഷ എഴുതാൻ കഴിയാതെ പോയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2024 ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന പരീക്ഷ വളരെ നിർണായകമാണ്. 2024 ഡിസംബർ മാസത്തിലെ കേഡറ്റ് പരീക്ഷ, എസ്പെഷ്യലി കേഡറ്റ് 3 കാറ്റഗറി 3 പരീക്ഷ എന്തുകൊണ്ട് നിർണായകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരാൻ പോകുന്ന HSA, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് പരീക്ഷകൾക്ക് മുമ്പ് നടക്കുന്ന ഏക കേഡറ്റ് പരീക്ഷയായിരിക്കും ഡിസംബർ മാസത്തിലെ പരീക്ഷ എന്നുള്ളത്. ഫിസിക്കൽ സയൻസിൻ്റെത് കേസിലായതുകൊണ്ട് തന്നെ എപ്പോഴാണോ കേസ് അവസാനിക്കുന്നത് അതിന് തൊട്ടടുത്ത ദിവസം നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. നാച്ചുറൽ സയൻസും സോഷ്യൽ സയൻസും ബാക്കിയുള്ള മലയാളം, ഇംഗ്ലീഷ്, മാത്സ് വിഷയങ്ങൾക്കും ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിൽ, ഏറ്റവും സാധ്യത അടുത്ത വർഷം തുടക്കത്തിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. 2023 LP-UP പരീക്ഷ വന്ന സമയത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 2023 ഡിസംബർ മാസം 30-ാം തീയതി ആയിരുന്നു LP-UP പരീക്ഷ നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നത്. അങ്ങനെ നോട്ടിഫിക്കേഷൻ കൊണ്ടുവരാനുള്ള കാരണം, അതായത് ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ 2024 ജാനുവരി 1 കഴിഞ്ഞാൽ 23 ഏജ് ഓവർ ആകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല എന്നുള്ള കാര്യം PSC മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ആ വർഷം അവസാനിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് 30-ാം തീയതി തന്നെ നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നത്. അന്ന് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്ന സമയത്ത് പല ഉദ്യോഗാർത്ഥികളും അന്ന് കേഡറ്റിന്റെ പരീക്ഷയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ വരാനും പരീക്ഷ നടക്കാനും അതിന് റിസൾട്ട് വരാനൊക്കെ ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് തന്നെ അന്ന് ഡിസംബർ മാസത്തിൽ പരീക്ഷ എഴുതിയ കേഡറ്റ് പരീക്ഷ എഴുതിയ പല ഉദ്യോഗാർത്ഥികളുടെയും റിസൾട്ട് ഇതിന്റെ അവസാന ഡേറ്റ്, എന്നാണോ LP പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ട അവസാന ഡേറ്റ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വന്നത്. ആ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനും LP പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനും അത് എഴുതാനും സാധിച്ചില്ല. വലിയൊരു അവസരം അവർക്ക് നഷ്ടമാകുകയുണ്ടായി. അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്തുകൊണ്ട് കേഡറ്റ് പരീക്ഷ എഴുതാൻ വൈകുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം, നമ്മൾ BEd പഠിക്കുന്ന സമയത്ത് തന്നെ കേഡറ്റ് പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. എസ്പെഷ്യലി കാറ്റഗറി 3. ഇനിയിപ്പോൾ LP-UP പരീക്ഷകളൊക്കെ 3 വർഷങ്ങൾക്ക് ശേഷമുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് നടക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളാണ് HSA പരീക്ഷകളും അതോടൊപ്പം തന്നെയാണെങ്കിൽ HSST പരീക്ഷകളും. അതുകൊണ്ട് നിലവിൽ BEd പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നിങ്ങൾ എഴുതാൻ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾ അവസാന വർഷ വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വർഷങ്ങൾ, അതായത് വരാൻ പോകുന്ന ഡിസംബർ ഉൾപ്പെടെയുള്ള കേഡറ്റിന് വേണ്ടി നിങ്ങൾ അപ്പിയർ ചെയ്യണം. എന്നിട്ട് ആ ഒരു അപ്പിയറൻസിൽ തന്നെ അത് ക്ലിയർ ചെയ്യാനും നിങ്ങൾ ശ്രമിക്കണം. കാരണം 2025 നമുക്ക് എപ്പോൾ വേണമെങ്കിലും HSA നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. 2026 വിവിധ മാസങ്ങളിലായിക്കൊണ്ടാണ് വിവിധ ജില്ലകളുടെ HSA കഴിഞ്ഞ വർഷത്തെ HSA റാങ്ക് ലിസ്റ്റുകൾ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റുകൾ പ്രാബല്യത്തിൽ വരേണ്ടതുള്ളത് കൊണ്ട് തന്നെ 2025 എങ്ങനെ പോയാലും ഇവിടെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. 2025 ഒരുപാട് അങ്ങോട്ട് ആവില്ല. 2025 ആദ്യത്തെ പകുതിയിൽ തന്നെ ഇവിടെ നോട്ടിഫിക്കേഷൻസ് വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഈ ഫിസിക്കൽ സയൻസിന്റെ കേസ് എന്നാണ് തീരുന്നത് അതിനടിസ്ഥാനത്തിൽ അതിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും 2024 ഡിസംബർ മാസത്തിലെ കേഡറ്റിനെ അത്രയും നിർണായകമായി കണ്ടുകൊണ്ട് തന്നെ അതിനുവേണ്ടി തയ്യാറെടുക്കാം. നിലവിൽ BEd പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളും ഈ കഴിഞ്ഞ കേഡറ്റ് പരീക്ഷയിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികളും അത് എഴുതാൻ വിട്ടുപോയ ഉദ്യോഗാർത്ഥികളും എല്ലാവർക്കും ഇത് വളരെ നിർണായകമാണ്. ആസ് എ ടീച്ചർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുക എന്നുള്ളത്. ഒരു BEd ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, BEd ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നുള്ളത് സ്വപ്നം തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നോട്ട് വരുന്ന സമയത്ത് അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും 2024 ഡിസംബർ മാസത്തിലെ കേഡറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ ആരംഭിക്കണം. ഒരു കാരണവശാലും ഈ ഒരു ചാൻസ് നഷ്ടപ്പെടുത്തരുത്. ഇത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കൊരു കേഡറ്റ് മാത്രമല്ല നഷ്ടമാകുന്നത്. കേഡറ്റ് എല്ലാ വർഷവും 2 തവണ നടക്കുന്നതാണ്. പക്ഷേ ഇവിടെ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഒരു കേഡറ്റ് മാത്രമല്ല, നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് HSA അടക്കമുള്ള പരീക്ഷകളാണെന്ന് മനസ്സിലാക്കാം. ഒരു HSA പരീക്ഷ കഴിഞ്ഞാൽ 3 വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത HSA വരേണ്ടത്. അപ്പൊ അടുത്ത 3 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങളിൽ പല ആളുകളും ഏജ് ഓവർ ആവും. ആ സമയത്ത് നമ്മുടെ ഒരു മാനസികാവസ്ഥയും അതുപോലെ നമ്മുടെ ഒരു അക്കാഡമിക് സ്റ്റാറ്റസും എന്താ നമുക്ക് അറിയില്ല. പല ആളുകളും ടച്ച് വിട്ടു പോകും. പല ആളുകളും ആണെങ്കിൽ പഠനത്തിൽ വ്യതിചലിച്ച് വേറെ ഏതെങ്കിലും ഫീൽഡിലോട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു ഫ്ലോയിൽ തന്നെ, ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലോയിൽ തന്നെ കേഡറ്റിന് തയ്യാറെടുത്ത് BEd കഴിയുമ്പോഴേക്കും കേഡറ്റ് കംപ്ലീറ്റ് ആവുക. 2025 HSA നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അത് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സെറ്റ് ആക്കി വെക്കുക. അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. നമ്മുടെ ചലഞ്ചർ ആപ്പിൽ കേഡറ്റിന്റെ പുതിയ ബാച്ച്, എസ്പെഷ്യലി കാറ്റഗറി 1ഉം 2ഉം ഓൾറെഡി നമ്മുടെ ആപ്പിലുണ്ട്. കാറ്റഗറി 3യുടെ പുതിയ ബാച്ച്, എല്ലാ സബ്ജക്റ്റുകളുടെയും പുതിയ ബാച്ച് ഈ വരുന്ന ഓഗസ്റ്റ് മാസം
1-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും താഴെ കമന്റ് ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക. ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് കേഡറ്റ് കാറ്റഗറി 3യുടെ ആ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങളെ ക്ലിയർ ആക്കുന്ന രീതിയിലുള്ള വീഡിയോ ക്ലാസ്സുകളും നോട്ട്സും പരിശീലിക്കാനുള്ള ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന രീതിയിലാണ് ഇതിന്റെ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. എല്ലാ ഉദ്യോഗാർത്ഥികളും ഞാൻ ക്ഷണിക്കുന്നു. ഇതിന്റെ കൂടുതൽ തന്നെ നിലവിൽ നമ്മൾ HSS സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഈ കോഴ്സുകളുടെ ബാച്ചുകൾ നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. ഒരു ബാച്ചുകൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു, ഇനിയും ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളും താഴെയുള്ള കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.